അധ്യാത്മരാമായണം യുദ്ധകാണ്ഡം. സന്തുഷ്ടനായ ശ്രീരാമൻ ആഹ്ലാദത്തോടെ വിമാനത്തിൽ കയറി നന്ദിഗ്രാമത്തിലെ ഭരതാശ്രമത്തിലെത്തി മെല്ലെ നിലത്തിറങ്ങി. എന്നിട്ട് പുഷ്പക വിമാനത്തെ ആദരിച്ചുകൊണ്ട് പറഞ്ഞു, നീ മുൻപത്തെ പോലെ വൈശ്രവണനെ ചെന്ന് വഹിക്കുക. ഞാൻ സ്മരിക്കുന്ന നേരത്ത് നീ ഇവിടെ വന്നു ചേരണം. നിന്നെ ആരും തടുക്കുകയില്ല. ഇത് കേട്ട് വിമാനം ശ്രീരാമനെ വന്ദിച്ച ശേഷം അളകാപുരിയിലേക്ക് പോയി. കൈകേയി, ഭരതൻ, വസിഷ്ഠൻ, വാമദേവൻ തുടങ്ങിയ മുനിമാർ, ബ്രാഹ്മണ ശ്രേഷ്ഠർ, മന്ത്രിമാർ, മറ്റ് രാജാക്കന്മാർ എന്നിവരെല്ലാം ശ്രീരാമനോട് അപേക്ഷിച്ചു. ശ്രീരാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആർക്കും മനസ്സിലൊരു ഖേദവും ഉണ്ടാകേണ്ട. ഞാൻ അയോധ്യാധിപതിയാകാം. അതിനായി എല്ലാം ഒരുക്കിക്കൊള്ളുക. ശ്രീരാമ പട്ടാഭിഷേകം. സന്തുഷ്ടനായ രഘുകുലനാഥനുമന്തർമുദ വിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നത മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ. പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽ പുരുഷനരുൾ ചെയ്താൻ. അനന്തരം ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നെ കണക്കേ വിശേഷിച്ചു നീ മുതാ. വന്നീടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും എന്നരുൾ ചെയ്തതു കേട്ടു വന്ദിച്ചു പോയി ചെന്നളകാപുരി പുക്കുവിമാനവും. സോദരനോടും വസിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ. ആശീർവചനവും ചെയ്തു മഹാസനമാശു കൊടുത്തു വസിഷ്ഠ മുനീന്ദ്രനും. ദേശികാനുജ്ഞയ ഭദ്രാസനെ ഭുവിദാശരഥിയുമിരുന്നരുളിടിനാൻ. അപ്പോൾ ഭരതനും കേകേയപുത്രിയുമുൽപ്പല സംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദി മഹാമുനിവർഗവും ഭൂമിദേവോത്തമന്മാരുമമാത്യരും രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചിതു ലക്ഷ്മീപതിയായ രാമനോടന്നേരം. ബ്രഹ്മസ്വരൂപനാമാത്മനീശ്വരൻ ജന്മനാശാദികളില്ലാത മംഗലൻ നിർമ്മലൻ നിത്യൻ നിരുപമൻ അദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജംഗമാജംഗമന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തന്മഹാമായ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ. ഇങ്ങനെയങ്ങവർ ചൊന്നതു കേട്ടളവിംഗിതജ്ഞൻ മന്ദഹാസപുരസരം. മനസേ ഖേദമുണ്ടാകരുതാർക്കുമേ
ഞാൻ അയോധ്യാധിപനായി വസിക്കാം.